ഈ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമ്മേളനങ്ങളോ അതൊന്നും ആർക്കും എന്തും രാഷ്ട്രീയം പറയാനുള്ളതല്ല. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു, നമ്മളെ യാത്രയിൽ ആരോ ചിലർ രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുള്ള വേദിയല്ല. ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം, സമസ്തന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ പറയാം. രാഷ്ട്രീയം പറയാൻ നമ്മളെ വേദി പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കുന്നുണ്ട്, എന്താവട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ ഇത് വളരെ ദീനീയാവുന്നതായ ഒരു സ്വഭാവമാണ് നമ്മളെ യാത്രക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ സുന്നത്ത് ജമാഅത്തിനെ പറ്റിയും അതുപോലെ ദീനികമായ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചത്. അവിടെ വന്ന രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചത് സമസ്തനെ സംബന്ധിച്ചാണ്. സമസ്തന്റെ വലുപ്പമാണെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മളെ വിജയം എന്നുള്ളത്. വന്നവരൊക്കെ സമസ്തനെ പറ്റി പറയാം. അവരെ ആശയങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നും പറയാനല്ല നമ്മൾ വേദി ഉപയോഗപ്പെടുത്തിയത്. അതിന് ആർക്കോട്ട് സാധിക്കില്ലല്ലോ. ആ സദസ്സിക്ക് അങ്ങനത്തതായ ഒരു പ്രൗഢിയും ഒരു പുണ്യമൊക്കെ ഉണ്ട്. നമ്മൾ അറിയാത്ത ആളുകൾ അതിനെന്താവും തടുത്തുകൊണ്ടേ നിൽക്കും, മഹാന്മാരാവുന്ന മശായഖന്മാർ. അതുകൊണ്ട് നമ്മളിതിൽ അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ വേറെ എവിടെ അനുഭവപ്പെട്ടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എന്തോ ആവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോടൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേട്ടു. കേരളയാത്രാ സമാപന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VT സതീശനും നടത്തിയ രാഷ്ട്രീയ പ്രസംഗമുണ്ടല്ലോ, അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ക്ലിപ്പാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പ്രഭാഷണത്തിൽ പറയുന്നത്. ഞങ്ങൾ സമസ്തയുടെ 100ാം വാർഷികവുമായി നടത്തിയ സന്ദേശയാത്രയിൽ അത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതിനനുവദിച്ചിട്ടില്ല. എന്നാൽ മറ്റു ചിലരുടെ യാത്രയിൽ രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് നമ്മൾ സമ്മതിക്കുകയാണ്. കാരണം നമ്മൾ മുന്നോട്ട് വെച്ച മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയം അത് തികച്ചും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയമാണ്. കക്ഷി രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ. എന്താണ് രാഷ്ട്രീയം? മനുഷ്യർക്ക് നന്മ ചെയ്യുക, രാജ്യത്തിന് നന്മ ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ആ പ്രമേയത്തിന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രമേയത്തിൽ ഊന്നി സംസാരിക്കുമ്പോൾ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരും. ഈ രാജ്യത്തിൻ്റെയും ഈ രാജ്യത്തുള്ള മനുഷ്യരുടെയും കാര്യങ്ങൾ കടന്നു വരും. അപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. നമ്മുടെ യാത്രയിലുടനീളം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ജിഫ്രി തങ്ങളുടെ സന്ദേശയാത്രയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ സമസ്തയെക്കുറിച്ചും 100ാം വാർഷികത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു കാര്യമായിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രമേയം അത്തരത്തിലാണ്. എന്താണ് അവരുടെ പ്രമേയം? ആദർശ വിശുദ്ധിയുടെ 1 നൂറ്റാണ്ട് എന്നാണല്ലോ അവരുടെ പ്രമേയം. അപ്പോൾ ആദർശപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ സമസ്തയുടെ ചരിത്രം, അതൊക്കെ ആയിരുന്നു അവരുടെ സ്വീകരണ സമ്മേളനത്തിലൂടെ നീളം പ്രസംഗിച്ചത്. എന്നാൽ മനുഷ്യർക്കൊപ്പം എന്നുള്ള വിഷയം സംസാരിക്കുമ്പോൾ സമസ്തയുടെ മാത്രം കാര്യങ്ങൾ പറഞ്ഞ പോരല്ലോ. ആ ഒരു പ്രമേയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മുഴുവൻ കാര്യങ്ങളും സംസാരിക്കണം. അതുകൊണ്ട് തന്നെയായിരുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ യാത്രയുടെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നായതുകൊണ്ട് യാത്രയിലുടനീളം മനുഷ്യർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, രാജ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ സമാപന സമ്മേളനത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദി പോലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സംസാരിച്ചു എന്നുള്ളത് ഖേദകരം തന്നെയാണ്. എന്നാൽ അതേ വേദിയിൽ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അത് തിരുത്തി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചു. പിന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അത്തരത്തിലൊരു പ്രഭാഷണം നടത്തിയതുകൊണ്ട് ഈ കേരള യാത്രയുടെ സമാപന സമ്മേളനം വലിയ ചർച്ചയായി. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് ചർച്ചയാക്കി. സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായി. ഈ കേരള യാത്രയുടെ സമാപനം ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അറിയുന്ന തരത്തിൽ അത് ചർച്ചയായി എന്നുള്ളത് വസ്തുതയാണ്. അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസംഗം നടന്ന ഒരു വിവാദത്തിൻ്റെ പേരിലാണെങ്കിലും ഈ പ്രസ്ഥാനത്തിന് അതുകൊണ്ടൊരു കോട്ടം തട്ടുന്നില്ല. ഈ യാത്രയുടെ മഹത്വത്തിന് അതുകൊണ്ട് ഒരു കോട്ടവും തട്ടുന്നില്ല. അവസരത്തിനൊത്തു ഉയർന്നുകൊണ്ട് കൃത്യമായ സമയത്ത് തന്നെ ജാഥ ക്യാപ്റ്റനായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇടപെട്ടതുകൊണ്ട്, ഇതൊരു രാഷ്ട്രീയ വേദിയല്ല എന്ന് പറഞ്ഞ് അവരെ തിരുത്തിയതുകൊണ്ട് ഈ യാത്രയ്ക്ക് ഒരു കളങ്കവും വരാതെ തന്നെ സമാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ ഉടനീളം ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തിയ പ്രഭാഷണങ്ങളും ചർച്ചകളൊക്കെ ആ നാടുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു, ആ ജില്ലയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ച് ജനങ്ങൾക്കും സർക്കാരിനും നിർദ്ദേശങ്ങൾ നൽകുക, ഇതൊക്കെയായിരുന്നു കേരള യാത്രയിലുടനീളം നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് കേവലം സ്വീകരണ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ മാത്രമായിരുന്നില്ല. ഓരോ ജില്ലയിലെത്തുമ്പോഴും ആ ജില്ലയിലെ പ്രധാനപ്പെട്ട യുവജന നേതാക്കൾ, രാഷ്ട്രീയ നേതൃത്വം, ബിസിനസ്സുകാർ, പൗരപ്രമുഖർ, സാംസ്കാരിക നായകർ,
ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. ആ സ്നേഹവിരുന്നിലൊക്കെ പ്രധാനമായും ചർച്ചയായത് ആ നാടിൻ്റെ പ്രശ്നങ്ങളായിരുന്നു, ആ നാട്ടിൽ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അത് തികച്ചും രാഷ്ട്രീയപരമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കക്ഷി രാഷ്ട്രീയമല്ല എന്ന് മാത്രം. അതല്ലല്ലോ യഥാർത്ഥ രാഷ്ട്രീയം. യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ആ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു കാന്തപുരം ഉസ്താദും മറ്റ് അനുയായികളൊക്കെ കേരള യാത്രയിലൂടെ നീളം നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ ജില്ലയിലെയും പ്രശ്നങ്ങൾ പഠിച്ച്, ഓരോ നാട്ടിലെയും മനുഷ്യരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഒരു വികസന രേഖയുണ്ടാക്കിയിട്ട് സമാപന സമ്മേളനത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കൈമാറിയത് നമ്മളൊക്കെ കണ്ടുവല്ലോ. ഇത് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു വിജയമാണ്, സന്ദേശമാണ്. കേവലം സമസ്തയുടെ 100ാം വാർഷികം എന്നൊക്കെ പറയുമ്പോൾ സമസ്തയുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ സുന്നികളുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയോ? അല്ല, സമസ്ത എന്നത് സർവ്വമേഖലയിലും ഇടപെട്ട ഒരു പ്രസ്ഥാനമാണ്. നിങ്ങൾക്കറിയാലോ, ഈ കേരള യാത്രയിലൂടെ നീളം ഈ മനുഷ്യർക്കൊപ്പം എന്നുള്ള പ്രമേയത്തെക്കുറിച്ച് ഓരോരുത്തരോട് സംസാരിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഈ പ്രമേയം എന്നുള്ളത് ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച പ്രമേയമാണെന്നാണ് മുഴുവൻ ആളുകളും പറഞ്ഞത്. ആ ഒരു പ്രമേയം തന്നെയാണ് ഈ ഒരു യാത്രയ്ക്ക് ഇത്രത്തോളം ഹൈപ്പ് ലഭിച്ചിട്ടുള്ളത്. എല്ലാവരും പ്രശംസിക്കുകയായിരുന്നു ആ ഒരു പ്രമേയത്തെക്കുറിച്ച്. എന്തായാലും ഇന്നത്തെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഈ യാത്രയുടെ പ്രമേയം തന്നെയാണ്, മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഈ പ്രമേയം. ഉസ്താദിന്റെ എന്ത് മാന്ത്രിക ശക്തി കൊണ്ട് കൂടിയിട്ടാണ് ഈ പ്രമേയം കിട്ടിയത് നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ നമ്മൾ സമ്മേളനങ്ങൾ കാണാറുണ്ട് വലിയ രീതിയിലുള്ള പ്രമേയങ്ങളെല്ലാം. ഇത് ഒരു ചെറിയ വാക്ക്, മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന വാക്ക്. അതല്ലാതെ കേവലം മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ സുന്നികളിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ സമസ്തയുടെ ചരിത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രമേയം വെച്ചാൽ അതിനെക്കുറിച്ച് മാത്രമല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഓരോ സ്വീകരണ സമ്മേളനത്തിലും ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ ജനലക്ഷങ്ങൾ പങ്കെടുത്ത് സ്വീകരണ സമ്മേളനം നടത്തിയാൽ മാത്രം മതിയോ? ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഉപകരിക്കുന്ന തരത്തിലാവണ്ടേ ഈ യാത്രകൾ? കാരണം നമ്മൾ ഈ പരിപാടി നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. റോഡ് ബ്ലോക്ക് ആവുന്നുണ്ട്, പല ആളുകളും ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇത് കേവലം മുസ്ലിങ്ങൾ മാത്രമല്ല ഈ പ്രയാസപ്പെടുന്നത്, എല്ലാ വിഭാഗം ആളുകളും പ്രയാസപ്പെടുന്നുണ്ട്. അപ്പം ഈ പ്രയാസപ്പെടുന്ന വിഭാഗങ്ങൾക്കൊക്കെ ഈ യാത്ര കൊണ്ടൊരു ഉപകാരം വേണ്ടേ? അല്ലാതെ കേവലം സമസ്തയുടെ ചരിത്രം മാത്രം, സുന്നികളുടെ വിഷയങ്ങൾ മാത്രം സംസാരിച്ചത് കൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണത്? പൊതുജനങ്ങൾക്കു വേണ്ടി ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വികസനങ്ങളും സർക്കാരിനോടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ആ യാത്ര കൊണ്ട് ഉപകാരമുണ്ടാവും. നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു? മലപ്പുറം ജില്ലയുടെ വിഭജനമായിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അത് മുമ്പും പല പാർട്ടികളും പല സംഘടനകളും ആവശ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ അവർ ആവശ്യപ്പെട്ട ആ സമയത്തിനേക്കാൾ കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചത് കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയിലൂടെയാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജില്ലാ വിഭജനം ആവശ്യപ്പെടുന്നത് എന്ന് പൊതുസമൂഹത്തെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 14 ജില്ലകളായിട്ട് കേരളത്തിൽ പടർന്നു കിടക്കുന്ന 3.5 കോടി ജനങ്ങളിൽ 1/2 കോടിയിലധികം ജനങ്ങളും ഈ മലപ്പുറം ജില്ലയിലാണെന്ന് പറയുമ്പോൾ എത്രത്തോളം ജനസംഖ്യയാണ് ഈ മലപ്പുറം ജില്ലയിലുള്ളത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. മറ്റു ജില്ലകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും സംവരണങ്ങളും ഈ ജില്ലക്ക് മതിയാവില്ല എന്ന് ആ കണക്കിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ തെക്കൻ ജില്ലകളിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ലകൾക്ക് കിട്ടുന്ന സംവരണം പോലും, അവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും വലിയ ജനസംഖ്യയുള്ള ഈ മലപ്പുറം ജില്ലക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ കേരള യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തെക്കും വടക്കും വിവേചിച്ചുകൊണ്ടല്ല ഭരണം നടത്തേണ്ടത്. എല്ലാ ജില്ലക്കാർക്കും എല്ലാ പ്രദേശത്തുകാർക്കും ഒരേ രീതിയിൽ ആനുകൂല്യങ്ങളും സംവരണവും കിട്ടുന്ന തരത്തിലാണ് ഭരണം നടത്തേണ്ടതെന്ന് തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ജമാഅത്ത് നിർദ്ദേശിച്ച ജില്ലാ വിഭജനം എന്നുള്ളത് ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ആവശ്യമുണ്ട്. പുറത്തു നിന്നുള്ള ജില്ലക്കാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരായ ആളുകൾക്ക് ജില്ലാ വിഭജനം അനിവാര്യമാണ്. മുസ്ലിം ജമാഅത്ത് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ശശികല അടക്കമുള്ള ചില വിഷജന്തുക്കൾ തലപൊക്കിയല്ലോ. എന്തൊക്കെയാണ് അവരുടെ കമന്റുകൾ? കോഴിക്കോട്ടുള്ള നിങ്ങളെന്തിനാണ് മലപ്പുറത്തുകാരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അതേപോലെ തന്നെ മലപ്പുറം ജനസംഖ്യ കൂടിയത് കൊണ്ടല്ലേ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ജനസംഖ്യ കുറച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂലേ? അതേപോലെ തന്നെ പെറ്റുകൂട്ടുന്നവർക്ക് ഒരു ജില്ല ഇനാമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ വിഷപ്രചാരണങ്ങളാണ് ഈ ശശികലയെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എത്ര വർഗീയത പ്രസംഗിച്ചാലും,
എത്ര വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞാലും അവർക്കെതിരൊന്നും ഒരു നടപടി ഉണ്ടാവില്ല കേട്ടോ. ആ പറയുന്നത് ഏതെങ്കിലും മുസ്ലിങ്ങളായി നോക്കണം, അപ്പോൾ ഉടനെ നടപടി ഉണ്ടാവും. എന്നാൽ ഇവരൊന്നും, ഈ ശശികലയോ അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളോ എത്ര വർഗീയത പ്രസംഗിച്ചാലും വേണ്ടിയില്ല, എത്ര മതസ്പർദ്ധ ഉണ്ടാക്കിയാലും വേണ്ടിയില്ല, ഒരു നടപടിയും അവർക്കൊന്നുമില്ല. എന്നിട്ട് ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് അയാൾ വർഗീയത പറഞ്ഞില്ല, ഇയാൾ വർഗീയത പറഞ്ഞില്ല എന്ന് ഇങ്ങനെ വീമ്പ പറയാൻ പറ്റും. എന്നാൽ വർഗീയത പറഞ്ഞ ആളെ പേര് നടപടി എടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഏതായാലും പിണറായി വിജയൻ ഭരണകൂടം കൊടുത്ത ഈ സർവ്വ സ്വാതന്ത്ര്യത്തിൽ വിഷജന്തുക്കൾ ഇങ്ങനെ വിഷം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ, വിഷം തുപ്പിക്കൊണ്ടേയിരിക്കട്ടെ. അതൊന്നും ശ്രദ്ധിക്കാൻ ഇവിടെ കാന്തപുരം ഉസ്താദിന് നേരമില്ല. കാന്തപുരം ഉസ്താദ് ഈ നാടിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടല്ലോ, മലപ്പുറത്തുകാർ പെറ്റുകൂട്ടിയത് കൊണ്ടല്ല ഇവിടെ ജില്ലാ വിഭജനം ആവശ്യമായിട്ട് വന്നത്. കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഏത് നാട്ടിലും അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ, അവിടുത്തെ ചരിത്രം പഠിച്ചാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. അവിടെയൊക്കെ ജില്ലാ വിഭജനങ്ങൾ നടന്നിട്ടുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ. അതൊക്കെ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ശശികല ചോദിക്കുന്നത് പോലെ അവിടുത്തെ പ്രശ്നം ജനസംഖ്യയല്ലേ, ജനസംഖ്യ നിയന്ത്രിച്ചാൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂലേ എന്നൊക്കെ ചോദിക്കുന്നത് തനി വിഡിത്തമാണ്. ഈ ശശികലയ്ക്ക് രാഹുൽ ഈശ്വറിൻ്റെ കൃത്യമായ ഒരു മറുപടി ഉണ്ട്. അതൊന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയാണ് കുറവ്. അതിനൊരു കണക്കുണ്ട്. ഈ കണക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു അമ്മയുടെ, ഒരു ഉമ്മയുടെ, ഒരു അമ്മച്ചിയുടെ വയറ്റിൽ 2.1 കുട്ടികൾ മിനിമം ഉണ്ടാകണം. ഇതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കുടുംബത്തിൽ ഏറ്റവും മിനിമം 2 മുതൽ 3 കുട്ടികൾ വരെ വേണം ആ സമൂഹം നിലനിൽക്കാൻ. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് അത് 2.5 ആണ്, നോർമലാണ്, ഓക്കെ ആണ്. എല്ലാ വർഷവും ഗവൺമെന്റ് കണക്കെടുക്കുന്ന സാധനമല്ലേ ഇത്. ക്രിസ്ത്യാനികൾക്ക് അത് 1.6 ആണ്, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അത് 1.3 ആണ്. കണക്കുകൾ വ്യാപകമായി അവൈലബിൾ അല്ലെങ്കിലും ഞങ്ങൾ സവർണ ഹിന്ദുക്കൾക്ക് അത് 1.10 ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. മുസ്ലിങ്ങൾ കൂടുന്നതല്ല, ഹിന്ദുക്കൾ കുറയുന്നതാണ്. മുസ്ലിങ്ങൾ കൂടുന്നതല്ല, ക്രിസ്ത്യാനികൾ കുറയുന്നതാണ്. ഇത് നമുക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മുടെ കുടുംബ സംവിധാനം നിലനിർത്തിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കും. അതായത് മനസ്സിൽ ഇത് കിടന്നിട്ട് വേറൊരു കാര്യം അത് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട്, ഞാനത് ആലങ്കാരികമായിട്ടൊന്നും പറയുന്നല്ലോ കേട്ടോ. RSSന്റെ 1-2 മുതിർന്ന നേതാക്കളോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, നിങ്ങൾ പറയണ കാര്യം ശരിയാണ്. ഞാൻ പറഞ്ഞു, രാഹുൽ ഈശ്വർ മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും പോയി പറയുന്നത്, നിങ്ങൾ എന്താ പറയാത്തത്? അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളിത് പറഞ്ഞാൽ എന്നാൽ നിനക്കൊക്കെ കെട്ടി കുട്ടികൾ ഉണ്ടാക്കി കൂടെയാടാന്ന് പറഞ്ഞ് ആൾക്കാർ നമ്മളെ ഫേസ്ബുക്കിലും മറ്റും ട്രോൾ ചെയ്യും. ആൾക്കാർ ലൈംഗികപരമായി കളിയാക്കും. അതുകൊണ്ട് ഞങ്ങൾക്കിത് പറയാൻ മടിയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞോളാം. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹിന്ദു ജനസംഖ്യ 2.1 എന്ന് പറയുന്ന ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന റേറ്റിൽ നിന്ന് 1.2 ആയി, പകുതിയായി കുറഞ്ഞു. ക്രിസ്ത്യൻ ജനസംഖ്യ 1.6 ആയി. ഇതാണ് പ്രശ്നം. ഇത് മുസ്ലിം ജനസംഖ്യയ്ക്ക് ഒരു പ്രശ്നവുമില്ല. മലപ്പുറം നോർമലും ഓക്കെയും ഹെൽത്തിയുമാണ്. പത്തനംതിട്ടയ്ക്കാണ് പ്രശ്നം, കുമ്പനാട്ടാണ് പ്രശ്നം. ഇത് ഇവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നതനുസരിച്ച് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നോർമലായിട്ടുള്ള ജനനം മാത്രമാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ നടക്കുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ കൃത്യമായ കണക്ക് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അതാണ്. നോർമലായിട്ടുള്ള പ്രസവം അല്ലെങ്കിൽ ജനനം മാത്രമാണ് മലപ്പുറത്ത് നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ആ നോർമലായിട്ടുള്ള കണക്ക് പോലും എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ജനന നിരക്ക് കുറഞ്ഞു പോയത് കൊണ്ട് നോർമലായിട്ടുള്ള ജില്ലയെയോ അവിടുത്തെ സമൂഹത്തെ കുറ്റം പറയാൻ പറ്റുമോ? ഇവിടെ നോർമലായിട്ടുള്ള ഒരു ജനന നിരക്കാണ് നടക്കുന്നത്. അല്ലാതെ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ച ആ നിരക്കിന് കൂടുതലായിട്ടൊന്നും നടക്കുന്നില്ല. അതിലും കുറഞ്ഞാലുള്ള അപകടാവസ്ഥ മറ്റ് വികസന രാഷ്ട്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ജനസംഖ്യാ വർധനവ് തടയാൻ വേണ്ടിയിട്ട് ചില വിഡ്ഢിത്തരങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ജനന നിരക്ക് കുറഞ്ഞു പോയത് കൊണ്ട് ചൈനയും റഷ്യയും ജപ്പാനും ഒക്കെ ഇന്ന് അവർ ജനന നിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അവരൊക്കെയും ഈ ജനന നിരക്ക്, ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് അവരൊക്കെ. അതിനുവേണ്ടിയുള്ള വലിയ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ. മാത്രമല്ല, ഈ ജനസംഖ്യ വർദ്ധിച്ചത് കൊണ്ട് മാത്രം ഈ ലോകത്ത് ഒരിടത്തും ദാരിദ്ര്യം കടന്നു വന്നിട്ടില്ല. ദാരിദ്ര്യമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ജനന നിരക്ക് കുറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലടക്കം നിരവധി സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കേരളയാത്രയുടെ കണ്ണൂരിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്നാൽ നമുക്ക് ബോധ്യപ്പെടും ഈ ജനന നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതും
ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതും എത്രത്തോളം ആവശ്യമാണ് ഈ സമൂഹത്തിന്, ഈ കാലഘട്ടത്തിന് എന്നുള്ളത് ആ പ്രസംഗത്തിന്റെ ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി പറയാം. 1960 കാലഘട്ടങ്ങളിൽ ദാരിദ്ര്യം വർദ്ധിച്ചപ്പോൾ സാമ്പത്തിക ചെലവുകൾ കൂടുമെന്ന് കരുതി സന്താന നിയന്ത്രണത്തിന് പല അവയർനെസ് ക്യാമ്പുകളും നടത്തി, വിജയിച്ചില്ല. 1978 നമുക്കൊന്നെന്ന ബില്ല് കൊണ്ടുവന്നു, അതും വിജയിച്ചില്ല. 1980 കർശന നിയമം, ഒന്നിലേറെ കുഞ്ഞുങ്ങൾ പിറക്കാൻ പാടില്ല, ഭീമമായ സംഖ്യ ഫൈൻ, തൊഴിൽ നിഷേധം, ഒറ്റപ്പെടുത്തൽ, ബഹിഷ്കരണങ്ങൾ പൂർണ്ണമായും നടപ്പിലായി. പലരും വിവാഹിതരാവേണ്ടെന്ന് തീരുമാനിച്ചു. വിവാഹിതരാകുന്നവരാവട്ടെ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു. ഉള്ളവരാവട്ടെ ഒന്നിലപ്പുറം മതിയാകാതെ വന്നു. കാലം കൂടുതൽ കഴിഞ്ഞില്ല. 2023 ഡിസംബർ 24 2 വർഷം മുമ്പ് ഷീ ജിൻപിങ് നാഷണൽ വിമൻസ് കോൺഫറൻസിൽ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഈ തത്വം വലിച്ചെറിയുന്നു. എന്തേ കാരണം? ആ വർഷം ചൈനയിൽ മരിച്ചത് 14 മില്യനാണ് മരിച്ചത്. 1,40,00,000. ഒരു നാട് നിലനിൽക്കണമെങ്കിൽ അവിടുന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ജനിക്കണം. എന്നാൽ ചൈനയിൽ 14 മില്യൺ ആളുകൾ മരിക്കുമ്പോൾ 20 മില്യൺ ആളുകൾ ജനിക്കേണ്ടതിന് പകരം 9 മില്യനാണ് ജനിച്ചത്. ആ തീരുമാനം വലിച്ചെറിഞ്ഞു. പല പ്രോത്സാഹനങ്ങളും നൽകി. 2 കൊല്ലം കൊണ്ട് വിജയിച്ചില്ല. ഇന്നലെ ചൈന ഹാപ്പി ന്യൂ ഇയർ ഡേയില് പുതിയ തീരുമാനമെടുത്തു. ഗർഭനിരോധന മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ അതിനെല്ലാം 13% ടാക്സ്. മുമ്പ് വെറുതെ കൊടുത്തിരുന്നതെല്ലാം ഇപ്പോൾ നിർത്തിയെന്നല്ല, 13% ടാക്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇന്ത്യയിലും ഈ തീരുമാനം വരുമായിരുന്നു. അന്നത്തെ പ്രസിഡന്റായിരുന്ന പ്രഥമ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, എന്റെ അമ്മങ്ങാനും 2 കൊണ്ട് മതിയാക്കിയിരുന്നുവെങ്കിൽ 11ാമത്തെ മകനായി ഞാൻ ജനിക്കില്ലായിരുന്നു. എന്നിട്ടും ഇന്ത്യയും കേരളവും അനുഭവിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ധനകാര്യ റിപ്പോർട്ട് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഇന്ന് കേരളം നേരിടുന്നത് ജനറേറ്റ് കുറഞ്ഞതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 1,07,000 സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് സീറ്റ് കിട്ടാൻ പലരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമായിരുന്നുവെങ്കിൽ, കഴിഞ്ഞ വർഷം 75,000 സീറ്റുകളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 36,000 സീറ്റുകൾ ബാക്കിയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ടാണ്, ഇവിടെ നല്ല കോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റ് 5,000 കോടി രൂപ ചെലവഴിച്ചു. 45,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ പടുത്തുയർത്തി. പക്ഷേ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ 1.5 ലക്ഷം കുട്ടികളുടെ കുറവ്. ഇവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളത്തിലും ജനനേറ്റ് കുറയുന്നു എന്ന്. ഈ സമയത്ത് കേരള മുസ്ലിം ജമാഅത്തിന് പറയാനുള്ളത്, 1960 ലോകത്ത് 300 കോടി ജനങ്ങളാണെങ്കിൽ 2025 ലോകത്ത് അഥവാ 840 കോടി ജനങ്ങൾ ലോകത്തുണ്ട്. അഥവാ 540 കോടി ജനങ്ങൾ വർദ്ധിച്ചിട്ടും ഇവിടെ ദാരിദ്ര്യമല്ല വന്നത് പലയിടങ്ങളിലും എന്നത്. ഇവിടെയാണ് കുട്ടികളെ നിയന്ത്രിക്കുകയല്ല, സന്താന നിയന്ത്രണമല്ല വേണ്ടത്, നല്ല പാരന്റിംഗ് ആണ് വേണ്ടത്. ശശികല പറഞ്ഞതുപോലെ ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ട് ഒരു നാട്ടിലും ഒരു സ്ഥലത്തും അത്തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് അതിൻ്റെ ഗുണങ്ങൾ ഈ സമൂഹം അനുഭവിച്ചിട്ടേ ഉള്ളൂ. മലപ്പുറം ജില്ലയിൽ തന്നെ 50 വർഷം മുമ്പുള്ള ജനസംഖ്യ അല്ലല്ലോ ഇന്നുള്ളത്, അതിൻ്റെ ഇരട്ടിയിലധികം കൂടിയിട്ടുണ്ടാവും. എന്നിട്ട് മലപ്പുറം ജില്ലയിൽ ഇവിടെ സമ്പന്നർ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? ദരിദ്രരായ ആളുകൾ കൂടുകയാണോ ചെയ്തിട്ടുള്ളത്? അല്ല, ദരിദ്രരായ ആളുകൾ കുറയുകയാണ്, സമ്പന്നർ വർദ്ധിക്കുകയാണ്. മലപ്പുറം ജില്ലയിലേക്ക് ഒന്ന് കടന്നു വന്നുകൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളും ഇവിടുത്തെ വീടുകളും ഒക്കെ നോക്കിയാൽ, ഇവിടുത്തെ മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ നോക്കിയാൽ മലപ്പുറം ജില്ല എത്രത്തോളം വലിയ വളർച്ചയാണ് സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പൊ ജനസംഖ്യ കൂടിയത് കൊണ്ട് ഒരു പ്രദേശത്തെ ജനങ്ങളും തളർന്നു പോയിട്ടില്ല. മലപ്പുറം ജില്ലയിലെ 50 കൊല്ലം മുമ്പ് ജീവിച്ച ജനങ്ങൾ ജീവിക്കുന്ന പോലെ അല്ല ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. നല്ല നിലവാരത്തിലുള്ള ജീവിതമാണ് മലപ്പുറം ജില്ലക്കാർ ജീവിക്കുന്നത്. 50 കൊല്ലം മുമ്പ് ജീവിച്ച പോലെ അല്ല. അപ്പൊ ജനസംഖ്യ കൂടിയിട്ടും ജീവിത നിലവാരം മെച്ചപ്പെടുകയല്ലാതെ കുറഞ്ഞു പോയിട്ടില്ല. ഒരു പക്ഷേ
കേരളത്തിൽ ഏറ്റവും സന്തോഷത്തിലും സൗകര്യത്തിലും ജീവിക്കുന്ന ജനങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ തന്നെയായിരിക്കും. ഈ മലപ്പുറം ജില്ലയിലേക്ക് ഉദ്യോഗസ്ഥനായി വന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം മലപ്പുറം ജില്ലയിൽ എത്രത്തോളം നല്ല സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് വിഭജനത്തിന് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടുന്നത് എന്നായിരിക്കും പലരുടെയും ചിന്ത. വിഭജനം എന്നുള്ളത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ഈ മലപ്പുറം ജില്ലയിലെ ഭൂമി വിശാലമായ ഭൂമിയാണ്, പരന്ന് കിടക്കുകയാണ്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് അതിന് വിഭജനം നടന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ജില്ലാ കളക്ടർ സേവനം ചെയ്യുന്നത് മലപ്പുറം എന്ന പ്രദേശത്താണ്. ആ ജില്ലാ കളക്ടറെ കാണാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയുടെ കിഴക്കേ അറ്റമായ വഴിക്കടവെന്ന് ഒരാൾക്ക് 1-2 പ്രാവശ്യം വരണമെങ്കിൽ ഒരു ദിവസം തന്നെ മാറ്റി വെക്കേണ്ടി വരും. അതേപോലെ തന്നെ പടിഞ്ഞാറേ അറ്റത്തുള്ള പൊന്നാനി ഭാഗത്തു നിന്ന് ജില്ലാ കളക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കണം. 1-2 പ്രാവശ്യമൊക്കെ പോകണമെങ്കിൽ 1-ലധികം ദിവസങ്ങൾ ജില്ലാ കളക്ടറെ പോകാൻ വേണ്ടി മാത്രം മാറ്റി വെക്കണം. അത് വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് എല്ലായിടത്തേക്കും എത്തിപ്പെടാനും സർക്കാർ ആനുകൂല്യങ്ങളോ സർക്കാർ സംവരണമോ ലഭിക്കുന്നതിൽ വലിയ പ്രയാസം നേരിടുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് അതേപോലെ തന്നെ ചികിത്സാപരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും വേണ്ടത്ര രീതിയിൽ ജനങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പ്രദേശത്തും മുഴുവൻ ജനങ്ങൾക്കും ജില്ലാ ഭരണകൂടങ്ങൾക്ക് സേവനം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞോളുന്നില്ല. അവർക്ക് കഴിയുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ജില്ലാ ഭരണകൂടങ്ങൾക്കോ മറ്റ് സർക്കാർ സേവനങ്ങൾക്കൊന്നും ഈ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും സേവനം ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അതുപോലെ തന്നെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ, കായിക, സാംസ്കാരിക തലങ്ങളിലുള്ള ആളുകൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടും. കാരണം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് 2-3 ഇരട്ടി ജനസംഖ്യയുള്ള ജില്ലയിൽ നിന്ന് അതിനനുസരിച്ചുള്ള ആളുകൾക്ക് അവസരം കിട്ടണമല്ലോ. പക്ഷെ അത് ഇവിടുന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ, കായിക, സാംസ്കാരിക പ്രതിഭകൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ട്, ഹോസ്പിറ്റാലിറ്റി നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ മലപ്പുറം ജില്ലക്കാർ അനുഭവിക്കുന്നത്. അത് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണ്, സർക്കാരിൽ നിന്നുള്ള സംവരണങ്ങളാണ്, അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലുള്ള സേവനങ്ങളാണ്. അപ്പം ഇതൊക്കെ പരിഹരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ജില്ലാ വിഭജനം എന്നുള്ളത്. അതാണ് കേരള യാത്രയിലൂടെ കേരള യാത്രാ നായകർ മുന്നോട്ട് വെച്ച കാര്യം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എത്ര പ്രാവശ്യം ഈ ജില്ല വിഭജിച്ചിട്ടുണ്ട്? നിരവധി പ്രാവശ്യം ഈ ജില്ല വിഭജിച്ചിട്ടുണ്ട്. കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാടിൻ്റെ പുരോഗതിക്കനുസരിച്ച് ജനങ്ങളുടെ ആവശ്യാർത്ഥം ജില്ലാ വിഭജനം എന്നുള്ളത് ഏത് നാട്ടുകാരും ചെയ്യുന്ന കാര്യമാണ്, ഏത് സംസ്ഥാന ഭരണകൂടവും ചെയ്യുന്ന കാര്യമാണ്. അപ്പം കേരളത്തിൽ മാത്രം ഇതൊന്നും നടക്കൂല എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങൾ വരെ ഈ അടുത്ത കാലത്ത് ജില്ലാ വിഭജനം നടന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? 40 വർഷത്തിലധികമായി കേരളത്തിൽ ജില്ലാ വിഭജനം നടന്നിട്ട്. 40 വർഷത്തിനിടയ്ക്ക് എത്ര ജനസംഖ്യ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്, എത്ര പുരോഗമനം നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ജില്ലാ വിഭജനം എന്ന വികസനം മാത്രം എന്തുകൊണ്ട് നടത്തുന്നില്ല? മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, അവിടെയുള്ള ഭരണാധികാരികളൊക്കെ ഈ ജില്ലാ വിഭജനം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഈ കേരളം എന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നിലവാരം ഉയർത്തുന്ന, അമേരിക്കൻ നാടുകളിലെ നിലവാരത്തിനനുസരിച്ച് ഉയരുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ വിഭജനം ആവശ്യമാണ്. ഈ ഇന്ത്യയിലെ മറ്റ് രാജ്യങ്ങൾ ജില്ലാ വിഭജനത്തിൻ്റെയും ജനസംഖ്യയുടെയും കണക്ക് ഞാനൊന്ന് അവതരിപ്പിക്കാം. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട് 8.5 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. 38 ജില്ലയുണ്ട്. 7.5 കോടി ജനങ്ങളുള്ള കർണാടകയിൽ 31 ജില്ലകളുണ്ട്. ആന്ധ്രയിൽ 5.36 കോടി ജനസംഖ്യയുണ്ട്. 29 ജില്ലകളാണ് അവിടെ ഉള്ളത്. 3.89 കോടി ജനങ്ങൾ മാത്രമുള്ള തെലുങ്കാനയിൽ മാത്രം 33 ജില്ലകളുണ്ട്. 9 കോടി ജനസംഖ്യയുള്ള മധ്യപ്രദേശിൽ 55 ജില്ലകളുണ്ട്. 7.5 കോടി ജനസംഖ്യയുള്ള ഗുജറാത്തിലെ 33 ജില്ലയുണ്ട്. 3.15 കോടി ജനങ്ങളുള്ള പഞ്ചാബിലെ 23 ജില്ലകളുണ്ട്. 3 കോടി ജനങ്ങളുള്ള ഹരിയാനയിൽ മാത്രം 22 ജില്ലകളുണ്ട്. 8.5 കോടി ജനങ്ങളുള്ള രാജസ്ഥാനിൽ 50 ജില്ലകളുണ്ട്. 1.5 കോടി ജനങ്ങൾ മാത്രമുള്ള ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം 20 ജില്ലകളുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചോളാം, കേരളത്തിൽ 3.5 കോടിയിലധികം ജനങ്ങളുണ്ടായിട്ട് കേവലം 14 ജില്ലകൾ. കാശ്മീരിൽ 1.5 കോടി ജനങ്ങളുണ്ടായിട്ട് അവിടെ 20 ജില്ലകൾ. ഭൂമി വിശാലമായിട്ട് കിടക്കായിരിക്കും, മലനിരകളുണ്ടാവും, വിജനമായ സ്ഥലങ്ങളുണ്ടാവും, അതൊക്കെ ഒക്കെ സമ്മതിക്കുന്നു. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മലപ്പുറം ജില്ലയിലും ഭൂമി വിശാലമായിട്ട് കിടക്കുകയാണ്, ജനസംഖ്യയും അതിനനുസരിച്ചുണ്ട്.
ഈ രണ്ട് ഘടകങ്ങൾ നോക്കുകയാണെങ്കിലും മലപ്പുറം ജില്ലാ വിഭജനം അനിവാര്യമല്ലേ? അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കണക്ക് വായിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ജനസംഖ്യക്ക് അനുസരിച്ചുള്ള, അവിടുത്തെ ഭൂമി വിശാലതക്ക് അനുസരിച്ചുള്ള ജില്ലകൾ അവർ രൂപീകരിക്കുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ച് വിഭജിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രം ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഓരോ ഭരണകൂടവും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യാനുസരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വികസനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും കേരള ഭരണകൂടങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. ഇനി സർക്കാരിന്റെ ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തുമ്പോഴേക്കോ അത്തരമൊരു ആവശ്യം ആരെങ്കിലും ഉന്നയിക്കുമ്പോഴേക്കോ അതൊക്കെ വർഗീയമായിട്ട് ചിത്രീകരിക്കും. അങ്ങനെ ചില വർഗീയവാദികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിനനുസരിച്ച് ആടിക്കൊടുക്കാൻ ഒരു ഭരണകൂടവും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ ഇത്തരം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ പറയുന്ന വിഡ്ഢിത്തങ്ങൾ കേട്ടുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. ഈ കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. അങ്ങനെ പൊതുസമൂഹം മൊത്തമായിട്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള വികസനങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭരണകൂടം നിർവഹിക്കുള്ളൂ. ഇത് കേവലം മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഈ മലപ്പുറത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് ജില്ലാ വിഭജനം എന്നുള്ളത്. കേവലം മലപ്പുറം മാത്രമാണോ? അല്ല, കേരളത്തിൽ നിരവധി ജില്ലകളുണ്ട് ഇത്തരത്തിൽ ജില്ലാ വിഭജനം ആവശ്യമുള്ള. അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും സംവരണം ഉപയോഗപ്പെടുത്താനും ഒക്കെ ജില്ലാ വിഭജനം എല്ലാവർക്കും ആവശ്യമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അതിന് പഠിക്കാൻ ആവശ്യമായ ഒരു സമിതിയെ നിയോഗിക്കണം. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ജില്ലാ വിഭജനം ഒരിക്കലും സാധ്യമാവില്ല. നേരെ മറിച്ച് ജില്ലാ വിഭജനത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനുള്ള ഒരു സമിതിയെ രൂപപ്പെടുത്തി അവരതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യണം. എത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ കടമെടുക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഇവിടെ കടമെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷാവർഷം മന്ത്രിമാരുടെ വാഹനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരുടെ ശമ്പളം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ജയിൽ പുള്ളികളുടെ ശമ്പളം വരെ 10 ഇരട്ടി വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. സ്കൂളുകളിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊക്കെ അനാവശ്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു. ആവശ്യമില്ലാത്ത ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഇങ്ങനെ പണം ചെലവഴിക്കുന്നു. അതിനൊക്കെ കടം മേടിക്കാം. എന്നാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കടം മേടിക്കാനും പറ്റൂല, അതിനെക്കുറിച്ച് പഠിക്കൂല, അത് നടപ്പാക്കൂല. അത്തരം ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അപ്പം സാമ്പത്തിക പ്രതിസന്ധി മുന്നോട്ട് വെക്കും. ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരള യാത്ര മുന്നോട്ട് പോയത്. കേരള യാത്ര മുന്നോട്ട് വെച്ച ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ, ഈ നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ, ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. ഇനി സർക്കാർ അതൊന്ന് പരിഗണിച്ചാൽ മാത്രം മതി. ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാനോ ഇതൊന്നും നടപ്പിലാക്കാനോ ഒന്നും കഴിയാത്ത സർക്കാരാണെങ്കിൽ, കഴിയാത്ത മന്ത്രിസഭയാണെങ്കിൽ അത് പിരിച്ചു വിടുകയാണ് നല്ലത്. ഇവിടെ നല്ല ഭരണം നടത്താൻ പറ്റുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. നല്ല വികസനങ്ങൾ നടത്താൻ പറ്റുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അത്തരം നല്ല കാഴ്ചപ്പാടുള്ള ഒരു വിഭാഗമാണ് കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുകയല്ല കേരള മുസ്ലിം ജമാഅത്ത് ചെയ്യുന്നത്. ആർക്കെങ്കിലും കുറെ വോട്ട് നേടിക്കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതാണ് സമാപന സമ്മേളനത്തിൽ കൃത്യമായിട്ട് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ വേദിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ആർക്കെങ്കിലും 4 വോട്ടുണ്ടാക്കാനോ 4 സീറ്റ് ഉണ്ടാക്കാനോ ഉള്ള പരിപാടിയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഈ നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ളതാണ്, ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് കേരള മുസ്ലിം ജമാഅത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിഫ്രി തങ്ങൾ ആ പരിഹസിച്ചത് ശരിയായില്ല എന്ന് മാത്രം വിലയിരുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.